അസ്സലാമു അലൈക്കും. ഇന്നൊരു ഔഷധക്കൂട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴും അല്ലാതെയും എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പൂക്കുല ലേഹ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പൂക്കുല ലേഹ്യം എന്ന് പറയാൻ പറ്റത്തില്ല, പൂക്കുല കിണ്ടിയെടുത്തത്. അപ്പോൾ അതിനായി നമ്മുടെ തെങ്ങിൽ നിന്നാണ് നമ്മൾ ഈ പൂക്കുല എടുക്കുന്നത്. അത് തെങ്ങിൻ്റെ കൂമ്പെന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിൽ കൂമ്പെന്നാണ് പറയുന്നത്. പിന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഞാനിവിടെ ഒരു 2 ചെറിയതും ഒരു വലുതുമായ കൂമ്പ് എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പൊളിച്ചെടുക്കുമ്പോൾ ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് കട്ടി കൂടിയ പൂക്കുലയാണ്. വളരെ നേർത്ത രീതിയിലുള്ള പൂക്കുലയാണ് നമ്മൾ ലേഹ്യത്തിനും കിണ്ടിയെടുക്കാനും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നേർത്ത രീതിയിലുള്ളതാണ് ഞാൻ നേരത്തെ കാണിച്ച പൊളിക്കാത്ത കൂമ്പ് പോലിരിക്കുന്നത്, പൊളിക്കാത്ത കൂമ്പ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചരി വെള്ളത്തിലിടാം. പച്ചരി നമ്മുടെ ദോശമാവിനും ഇഡ്ഡലി മാവിനും അപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരി നമുക്ക് ഒരു അല്പം എടുത്ത് നമുക്ക് ഇതൊന്ന് ഒരു അരക്കപ്പ് അരി എടുത്ത് നമുക്കിതൊന്ന് കുതിർത്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കൂമ്പെല്ലാം ഒന്ന് റെഡിയാക്കി ഇത് നൈസായിട്ടാണ് നമ്മുടെ കൂമ്പ് ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം എടുത്തതിന് ശേഷം അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. പച്ചരി കുതിർത്തതും കൂടെ അരച്ചെടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കൂമ്പ് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു മണ്ണിൻ്റെ കളർ പോലെയാണ് കൂമ്പിരിക്കുന്നത്, ഒരു ചെങ്കല്ലിൻ്റെയൊക്കെ കളറിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കരിപ്പെട്ടി, അതായത് പാം ജാഗിരി ഉരുക്കിയെടുക്കാം. അപ്പോൾ കരിപ്പെട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ പനയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. ശർക്കരയല്ല നമ്മളിതിനെടുക്കുന്നത്, കരിപ്പെട്ടിയാണ് എടുക്കുന്നത്. പിന്നെ കരിപ്പെട്ടി ഇല്ലെങ്കിൽ നമുക്ക് ശർക്കര എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കരിപ്പെട്ടിയാണ്. അപ്പോൾ കരിപ്പെട്ടി ഉരുക്കിയെടുത്ത് ഒന്ന് അരിച്ച് ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചൂട് കട്ടിയുള്ള പാത്രം, ഞാനൊരു പാനാണ് അടുപ്പി വെച്ചിരിക്കുന്നത്. ചീനിച്ചട്ടിയോ എന്ത് തന്നെ ആയാലും ഒരു പാൻ അടുപ്പി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തിട്ട് അതൊന്ന് ഉരുകി പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ കൂമ്പിൻ്റെ കൂട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം, ഈ പൂക്കുലയുടെ കൂട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് കരിപ്പെട്ടി അതായത് പാം ജാഗിരിയുടെ പാനി, പിന്നെ പച്ചരി അരച്ചത്, പിന്നെ ചേർത്തിരിക്കുന്നത് കൂമ്പ് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇത് തിളച്ച് വന്ന് കുറുകി വരുമ്പോഴത്തേന് ആവശ്യത്തിന് നെയ്യൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് ചേർക്കുന്നതനുസരിച്ച് നമ്മുടെ ഈ കൂമ്പ് കിണ്ടി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ലേഹ്യമാക്കി എടുക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് ചേരുവയും കൂടെ ചേർക്കാറുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് ചെറിയ ജീരകം ചതച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു മണമാണ്. ഏലക്ക വേണ്ടുന്നവർക്ക് ചേർത്ത് കൊടുക്കാൻ, ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഒരു തേങ്ങയുടെ പാലാണ് നമ്മളിവിടെ ഒന്നാം പാലെന്ന് പറയുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് പാലെടുക്കുന്നത്. ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു പരുവത്തിലായി കിട്ടുമ്പോൾ നമ്മൾ ആ പാലും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ തന്നെ പിന്നെ നെയ്യും തേങ്ങാപ്പാലും പാലൊക്കെ അങ്ങ് വെന്ത് വരുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. വീട്ടിലുള്ളവർ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ഇത് ലേഹ്യമാക്കാനാണെങ്കിൽ ഇതേപോലെ തന്നെ ഈ രീതിയിൽ തന്നെ എല്ലാം ചെയ്തിട്ട് ഇതിനകത്ത് ചുക്കുപൊടിയും അയമോദകവും ഒക്കെയാണ് നമ്മൾ മരുന്നാക്കി എടുക്കുമ്പോൾ ചെയ്യുന്നത്. ഇത് നല്ലൊരു മരുന്നാണ്. ഇത് നമുക്ക് നടുവേദനയ്ക്കും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വയസ്സറിയിച്ചിരിക്കുമ്പോഴും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു കൂട്ടാണ് ഇപ്പം ഞാൻ ഈ കിണ്ടി എടുക്കുന്നത്. ഇത് നമ്മൾ കൂമ്പ് കിണ്ടിയതെന്നാണ് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ പണ്ടൊക്കെ തേങ്ങ ഇടാനൊക്കെ ആൾ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ കരിക്കും ഈ കൂമ്പും ഒക്കെ നമ്മൾ തെങ്ങിൽ നിന്ന് എടുപ്പിക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ വെറുതെ തന്നെ ഇതൊക്കെ ചെയ്ത് കഴിക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ അങ്ങനെ ആരും ചെയ്യാറില്ലെന്ന് തോന്നുന്നു. പിന്നെ എല്ലാ നാട്ടിലും ഒക്കെ ഇതൊക്കെ ചെയ്ത് കഴിക്കുന്നവരുണ്ട്. ഇത് കഴിക്കുന്നത് നമ്മുടെ യൂട്രസിനൊക്കെ വളരെ പ്രയോജനകരമാണ്.
ഈ കൂമ്പ് ലേഹ്യം കഴിക്കുന്നത്. പിന്നെ എല്ലിൻ്റെ ബലത്തിനും ഒക്കെ നല്ലതാണ്. നടുവേദന ഉണ്ടാവത്തില്ല. നടുവേദന സ്ഥിരമായിട്ട് വരുന്നവർക്ക് കൂമ്പ് ലേഹ്യം കിണ്ടി തിന്നുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ പ്രായമായ കുഞ്ഞുങ്ങൾക്കൊക്കെ, അതായത് വയസ്സൊക്കെ അറിയിച്ച കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ പീരീഡിൻ്റെ സമയത്തുള്ള വേദനയ്ക്കൊക്കെ ഒരു ആശ്വാസം കിട്ടാൻ വളരെ ഉപകാരപ്രദമായ ഒരു കൂമ്പ് കിണ്ടിയതാണ് ഇത്. ആ രീതിയിലാണ് നമ്മളിത് കിണ്ടിയെടുക്കുന്നത്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ നമ്മുടെ വീട്ടിൽ തെങ്ങൊക്കെ ഉണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലൊക്കെ ഒരു കൂമ്പൊക്കെ എടുത്ത് നമുക്കിതുപോലെ മാസത്തിൽ ഒരിക്കലോ 3 മാസം കൂടുമ്പോഴോ ഒക്കെ ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ലേഹ്യത്തിൻ്റെ അത്രയും പണിയുമില്ല, നമുക്ക് ഇത്രയും ഒരു പണിയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പിന്നെ നാടൻ പച്ചരി, അതായത് മട്ടപ്പച്ചരി ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഇതിപ്പോൾ എൻ്റെ ഈ മട്ടപ്പച്ചരി ഇല്ലാത്തതുകൊണ്ടാണ് സാദാ പച്ചരി ചേർത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരല്പം നെയ്യൊക്കെ തടവിയതിന് ശേഷം അതിലേക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് അങ്ങ് കട്ടിയാവും. പിന്നെ നമുക്ക് അലുവയുടെ പോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അത്ര കട്ടിയായിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സ്പൂണിൽ കോരി കഴിക്കാവുന്ന രീതിയിലാണ് ഇതിപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ട്. കാരണം ഇപ്പം തന്നെ ഇവിടെ ഇപ്പം ഞാൻ നാട്ടിലാണ്, ഇപ്പം നാട്ടിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതങ്ങ് തീരുകയും ചെയ്യും. അങ്ങനെ വളരെയധികം ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പം ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം കർക്കിടകത്തിന് മരുന്ന് സേവിക്കുന്നവർക്ക് ഇതും ഒരു മരുന്നായിട്ട് സേവിക്കാവുന്നതാണ്. മഴക്കാലങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് കൂടുതലും രോഗങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാനൊക്കെ പറ്റിയ ഒരു ലേഹ്യമാണ് ഈ കൂമ്പ് ലേഹ്യം, അല്ല കൂമ്പ് കിണ്ടിയതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നല്ലൊരു ഔഷധമാണ് ഈ തെങ്ങിൻ്റെ പൂക്കുല. അത് നമ്മൾ ഈ രീതിയിലോ ലേഹ്യമായിട്ടോ ഒക്കെ സേവിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.